ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് ഇവിടെ ഒരു ആവോലി മീൻ കൊണ്ടിട്ട് ഒരു നാടൻ സ്റ്റൈലിൽ ഒരു കറി വയ്ക്കാം. മീൻ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടെ മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിന് വേണ്ടുന്ന അരപ്പ് ശരിയാക്കാം. നമുക്കാദ്യം ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഉലുവ ഒന്ന് അനത്തിയെടുക്കാം. നമുക്ക് ഉലുവയൊക്കെ അപ്പം തന്നെ വറുത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പ്രത്യേക മണമായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. നമുക്കിതെടുത്ത് ഒന്ന് മൂത്തിട്ടുണ്ട്, നമുക്കെടുത്ത് പൊടിച്ച് ചേർക്കണം. ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-12 ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉലുവ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വടക്കം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിയെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും നമ്മളെടുത്ത ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങാപ്പാൽ ചേർത്ത് വയ്ക്കാം. എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഉലുവാപ്പൊടിയും ചേർത്ത് നമുക്ക് തേങ്ങാപ്പാൽ 2-ാമത്തെയും 3-ാമത്തെയും പാൽ ചേർത്ത് നല്ലപോലെ അരപ്പ് ചേർത്തെടുക്കാം. 2-3 പാലും കൂടാണ്. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീനും ഇതിൽ ചേർത്ത് പുളിയും നമ്മൾ വടക്കം പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം പുളിയും ചേർത്ത് നമുക്ക് മീനും ചേർക്കാം. കുറച്ച് പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനും ചേർക്കാം. മീനും ചേർത്ത് ഉപ്പും ഒക്കെ നോക്കി എരിയൊക്കെ നോക്കിയിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ മാത്രമേ മീൻ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീനെല്ലാം ചേർക്കാം. ഇപ്പം മീനെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ അടച്ച് വേവിക്കാം. അടുപ്പ് തുറന്നപ്പോൾ മീൻ നല്ലപോലെ വെന്ത് പാകമായി വരുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ പാൽ അതും കൂടെ ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ആദ്യം എടുത്ത പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കറക്കി വയ്ക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. കുറച്ച് തിളയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവോലി മീനാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.